أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ ഇപ്പോൾ ശ്രവിച്ച ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭവും ഓർക്കുക. ഈ ആയത്തിന് നൽകിയ തഫ്സീറിൽ സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുകളിൽ സൂചിപ്പിച്ച 40 രാത്രികളിൽ മൂസാ നബിക്ക് നൽകിയ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. ബനൂ ഇസ്രായേലിനെ സന്മാർഗത്തിലാക്കാനും അവരുടെ പുരോഗതിക്ക് വഴിയൊരുക്കാനും അള്ളാഹു ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ജീവനുള്ള ദൈവത്തെയും അവൻ്റെ സൗന്ദര്യത്തെയും ഉപേക്ഷിച്ച് ഒരു കാളക്കുട്ടിയെ ആരാധിക്കുന്ന തിരക്കിലായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവൃത്തിയും ബനൂ ഇസ്രായേലിൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ബനൂ ഇസ്രായേലിൻ്റെ കുറ്റകൃത്യത്തെ ഒരു വിവേകമതിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വ്യക്തമാക്കുന്നു. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് നാം നിങ്ങൾക്ക് സന്മാർഗത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗത്തിനുള്ള അല്ലെങ്കിൽ വഴികേടിനുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു എന്നാണ്. ഈ മലയിൽ മൂസാ നബിക്ക് നൽകപ്പെട്ട കിതാബും ഫുർഖാനും വേദഗ്രന്ഥവും വിവേചന ശക്തിയും ബനൂ ഇസ്രായേലിന് ഉണ്ടായിരുന്ന താൽക്കാലികമായ വിശ്വാസത്തെ വിശദമായ വിശ്വാസമാക്കി മാറ്റുക എന്നതായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ബനൂ ഇസ്രായേൽ ആ താൽക്കാലിക വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുകയും ഷിർക്കിൽ ബഹുദൈവാരാധനയിൽ അകപ്പെടുകയും ചെയ്തു. തുടർന്നുകൊണ്ട് ഹുസൂർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിലാണ് ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ പേര് ആദ്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാൽ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിൽ നിന്നുള്ളതാണെന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും മനസ്സിലാക്കാം. അദ്ദേഹം ബനൂ ഇസ്രായേൽ പ്രവാചക പരമ്പരയിലെ ആദ്യത്തെ കണ്ണിയായിരുന്നു. ആ പരമ്പരയിലെ അവസാന കണ്ണിയായി ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടു. സൂറ അറാഫിൽ അള്ളാഹു പറയുന്നു, ഫിറഔനിൻ്റെ ജനതയിലെ പ്രധാനികൾ പറഞ്ഞു, അതദറു മൂസ വ ഖൗമഹു ലിയുഫ്സിദു ഫിൽ അർദ്. ഓ ഫിറഔൻ, നീ മൂസായെയും അവൻ്റെ ജനതയെയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വിടുകയാണോ? ഇതുപോലെ ഒരു ഡസണിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ ബനൂ ഇസ്രായേലിനെ ഹസ്രത്ത് മൂസായുടെ ജനതയായി വിശേഷിപ്പിക്കുന്നു. ജനത, ഖൗം എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളാണ് എന്ന് ഉദ്ദേശിക്കാമെങ്കിലും ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത് ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത് എന്നാണ്. അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ അപൂർവം ചിലരൊഴികെ ബനൂ ഇസ്രായേലിൽ നിന്നുള്ളവരായിരിക്കും. അതിനാൽ ജനത എന്നതുകൊണ്ട് ബനൂ ഇസ്രായേൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഖുർആനിൽ ഒരു വചനമുണ്ട്, അത് ഖൗം എന്ന വാക്കിന് തീർത്തും വ്യക്തമാക്കുന്നു. ഫമാ ആമന ലി മൂസ ഇല്ലാ ദുരിയത്തും മിൻ ഖൗമിഹി. സൂറ യൂനുസ് 84-ാം വചനം. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്നുള്ള കുറച്ചുപേർ മാത്രമായിരുന്നു വിശ്വസിച്ചത്. ഇവിടെ ഖൗം, ജനത എന്നതുകൊണ്ട് ബനൂ ഇസ്രായേൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് കുറച്ചുപേർ മാത്രമാണ് വിശ്വസിച്ചത് എന്ന് പറയുമ്പോൾ ജനത എന്നതുകൊണ്ട് വിശ്വാസികളെ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് അവരുടെ വംശീയ ജനതയെയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് ഹുസൂർ പറയുന്നു, ഇന്നത്തെ ചില പുതിയ ഗവേഷകർ ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലിൽ നിന്നുള്ള ആളായിരുന്നില്ലെന്നും മറിച്ച് അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ വംശത്തിൽപ്പെട്ടയാളായിരുന്നു എന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതിനായി അവർ നിരവധി തെളിവുകൾ നിരത്തുന്നു. അവ ഇപ്രകാരമാണ്: ഒന്ന്,
മൂസ എന്ന പേര് ഈജിപ്ഷ്യൻ ഭാഷയിൽ നിന്നാണ്. ഈജിപ്ഷ്യൻ ഭാഷയിൽ മു എന്ന വാക്കിന് കുട്ടി എന്നാണ് അർത്ഥം. പ്രസ്റ്റഡ് തൻ്റെ ഡോൺ ഓഫ് കോൺഷ്യൻസ് എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ഈജിപ്തുകാർക്ക് ആമൻ മൂസെ, പട്ടാ മൂസെ തുടങ്ങിയ പേരുകളുണ്ടായിരുന്നു. ഇതിന് യഥാക്രമം ആമൂനിൻ്റെ ഒരു ഈജിപ്ഷ്യൻ ദേവത, ആമൂനിൻ്റെ കുട്ടി, പട്ടായുടെ അതും ഒരു ഈജിപ്ഷ്യൻ ദേവതയുടെ പേരാണ്, പട്ടായുടെ കുട്ടി എന്നെല്ലാമാണ് അർത്ഥം. പ്രൊഫസർ സിഗ്മണ്ട് ഫ്രോയിഡ് തൻ്റെ മോസസ് ആൻഡ് മോണോതെയിസം എന്ന പുസ്തകത്തിൽ എഴുതുന്നു, ഈ പേരുകൾ കൂടാതെ ഈജിപ്ഷ്യൻ രാജാക്കന്മാർക്കും ഇതേ രീതിയിലുള്ള പേരുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അഹ്മൂസെ, തുട്മൂസെ, റാമൂസെ. ഈ റാമൂസെ എന്ന പേരാണ് ബൈബിളിൽ റാംസെസ് എന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്. രാ എന്നത് സൂര്യദേവനാണ്. അതിനാൽ റാമൂസെ എന്നതിന് സൂര്യദേവൻ നൽകിയ പുത്രൻ എന്നാണ് അർത്ഥം. ഈ ഗവേഷകർ പറയുന്നത് മൂസെ എന്ന വാക്കിനൊപ്പം ഉണ്ടായിരുന്ന പേരിൻ്റെ ആദ്യ ഭാഗം പിന്നീട് നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം വെറും മൂസ എന്ന പേരിൽ അറിയപ്പെട്ടു എന്നുമാണ്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ വാദം ഏകദൈവ വിശ്വാസം, തൗഹീദ് കന്നാൻ ഗോത്രങ്ങളിൽ കാണപ്പെട്ടിരുന്നില്ല എന്നാണ്. പകരം അത് ഈജിപ്തിലെ അമെൻഹോട്ടെപ് നാലാമൻ എന്ന ഫിറൗൻ ആവിഷ്കരിച്ച ഒരു ആശയമാണെന്ന് അവർ വാദിക്കുന്നു. ഈ രാജാവ് ആറ്റൺ എന്ന പേരുള്ള ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് ആരാധിപ്പിക്കുകയും ചെയ്തു. പുരാതന ഗ്രന്ഥങ്ങളിൽ ആറ്റൺ എന്ന വാക്ക് സൂര്യദേവനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഹീലിയോപോളിസ് എന്ന സ്ഥലത്ത് സൂര്യദേവന്റെ ഒരു വലിയ ക്ഷേത്രമുണ്ടായിരുന്നെന്നും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാർ തത്വചിന്താപരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നെന്നും പറയപ്പെടുന്നു. ക്രമേണ അവർ സൂര്യദേവനെ ഒരു ഭൗതിക ദേവനിൽ നിന്ന് ഒരു ധാർമ്മിക ദേവനായി ചിത്രീകരിക്കാൻ തുടങ്ങി. ഈ ആശയത്തെ അമെൻഹോട്ടെപ് ഒരു ഏകദൈവ സങ്കല്പമാക്കി മാറ്റുകയും അത് ഈജിപ്തിൽ പ്രചരിക്കുകയും ചെയ്തു. ബ്രസ്റ്റഡ് തൻ്റെ ഹിസ്റ്ററി ഓഫ് ഈജിപ്റ്റ് എന്ന പുസ്തകത്തിൽ ഉദ്ധരിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: അല്ലയോ ഏകനും തനിച്ചുള്ളവനുമായ ദൈവമേ, നീയല്ലാതെ മറ്റാരും ഇവിടെയില്ല. ഇതിൽ നിന്ന് അവർ വാദിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹമായിരുന്നു എന്നും നിർബന്ധപൂർവം അദ്ദേഹം ഈ ആശയം രാജ്യത്ത് പ്രചരിപ്പിച്ചു എന്നുമാണ്. ആ രാജാവ് വിഗ്രഹാലയങ്ങൾ തകർക്കുകയും ചെയ്തു. അമെൻഹോട്ടെപ് എന്ന പേര് ബഹുദൈവത്വം സൂചിപ്പിക്കുന്നതിനാൽ അദ്ദേഹം തൻ്റെ പേര് അഖ്നാറ്റൺ എന്ന് മാറ്റി. അങ്ങനെ അദ്ദേഹം സ്വയം ആറ്റൺ, ഏകനായ ദൈവം എന്നതിലേക്ക് ചേർത്തു പറയുന്നു. ബാക്കി പിന്നീട് വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.